ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമുക്ക് ഒരു അനുഗ്രഹീത വചനം കേട്ടുകൊണ്ട് പ്രഭാതം ആരംഭിച്ചാലോ? ഉൽപ്പത്തി പുസ്തകം 48 11 വാക്യം. ഇസ്രായേൽ ജോസഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണാൻ ദൈവം എനിക്ക് അനുവദിച്ചല്ലോ എന്ന് പറഞ്ഞു. എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന തന്റെ മകനെ, യാക്കോബിന്റെ മകനെ ജോസഫിനെ ദീർഘവർഷങ്ങൾക്ക് ശേഷം ജീവനോടെ കാണാൻ കഴിഞ്ഞതിലുണ്ടായ സന്തോഷത്തിൽ പിതാവായ യാക്കോബ് പറയുന്ന വാക്കുകളാണിവ. ഉൽപ്പത്തി പുസ്തകം 37 നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ദുഷ്ടമൃഗം കടിച്ചു കീറി തന്റെ മകനെ കൊന്നു എന്നുള്ള വാർത്ത അറിഞ്ഞ യാക്കോബ് വസ്ത്രം വലിച്ചു കീറി ചാക്കൊടുത്ത വളരെ നാൾ തന്റെ മകന് വേണ്ടി വിലപിച്ച കാര്യം നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. ഏറെ നാളുകൾ കരഞ്ഞുകൊണ്ടിരുന്ന യാക്കോബിന്റെ സങ്കടം സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ടായിരുന്നു. ആ മകനെ യാക്കോബിന്റെ മുൻപിൽ മടക്കി കൊണ്ടുവന്ന് നിർത്തുമെന്നും നഷ്ടപ്പെട്ടതുപോലെയല്ല, ശ്രേഷ്ഠനായി തന്നെ മടക്കി നൽകുമെന്നും ദൈവം അന്നേ തീരുമാനിച്ചു. അങ്ങനെ ദൈവം നിശ്ചയിച്ച ആ തക്ക സമയമായപ്പോൾ യാക്കോബിനെ തേടി പ്രതീക്ഷിക്കാത്ത ആ നല്ല വാർത്ത എത്തുകയാണ്. തന്റെ മകൻ മരിച്ചിട്ടില്ല, അവൻ ജീവനോടെ ഉണ്ട് എന്നും മാത്രമല്ല, ദൈവം അവനെ വളരെയേറെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവനിപ്പോൾ ഈജിപ്തിലെ മേലധികാരിയും രാജ്യത്തിന്റെ ഭരണകർത്താവുമാണെന്ന് മാത്രമല്ല, അവൻ ഇപ്പോൾ ഭാര്യയും മക്കളുമുണ്ട്, കുടുംബമുണ്ട് എന്നൊക്കെയുള്ള നല്ല വർത്താനം കേൾക്കാൻ തന്റെ പ്രിയ മകന്റെ മുഖം കാണുവാനും കഴിഞ്ഞ യാക്കോബ് സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ജോസഫിനെ നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള യാക്കോബിന്റെ കുടുംബത്തിന്റെ ജീവിതം വളരെ സ്വസ്ഥതയില്ലാത്തതായിരുന്നു നമുക്ക് വായിച്ചെടുക്കാം. പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ ഓരോന്നോരോന്നായി കടന്നു വന്നു. അവസാനം നാട് മുഴുവൻ ക്ഷാമം, കാരണം തന്റെ കുടുംബവും പട്ടിണി കൊണ്ട് മരിക്കുമെന്നുള്ള അവസ്ഥയിലായി. ആ ഘട്ടം വരെ എത്തിച്ചേർന്നു. ഉൽപ്പത്തി പുസ്തകം 42 2 വാക്യം വായിക്കുന്നു. അവൻ തുടർന്നു, ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു, നാം മരിക്കാതെ ജീവനോടെ നിലനിൽക്കേണ്ടതിന് വേണ്ടി അവിടെ പോയി നമുക്ക് ധാന്യം വാങ്ങിക്കൊണ്ടുവരുവിൻ. അപ്പൊ മരണം വരെ മുന്നിൽ കണ്ട അവസ്ഥ. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ സമയത്താണ്, ക്ഷാമകാലത്ത്, യാക്കോബിനെ നഷ്ടപ്പെട്ടതിനെ ദൈവം അവന് മടക്കി നൽകുക. ജോസഫ് മടങ്ങി വന്നതിന് ശേഷമോ യാക്കോബിന്റെ കഷ്ടകാലം അവസാനിച്ചു. സന്തോഷവും സ്വസ്ഥതയും സമാധാനവും സമൃദ്ധിയുടെ ദിനങ്ങൾ കുടുംബത്തിലേക്ക് മടങ്ങി വന്നു. നമ്മുടെ ദൈവം നീതിമാനാണ്. ജോസഫിനെ അവന്റെ അപ്പനായ യാക്കോബിന് മടക്കിക്കൊടുത്ത ദൈവം ആ നീതി കാണിച്ചു. മകനെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് ദുഃഖിച്ച് കരഞ്ഞ നാളുകൾ, അനുഭവിച്ചു തീർത്ത കഷ്ടതകൾ, എല്ലാ നിന്ദനങ്ങൾക്കും പകരമായി പിതാവിന് സ്വർഗത്തിലെ ദൈവം കൊടുത്ത പ്രതിഫലമാണ് ഇത്. എന്നേക്കും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന, ഒരു പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലായിരുന്ന ജീവിതത്തിൽ കണ്ണുനീരിനെ തുടർന്നുണ്ടായ ഇരട്ടി അനുഗ്രഹത്തോടെ ദൈവം മടക്കി നൽകുന്ന അത്ഭുത പ്രവൃത്തിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വെറുതെയല്ല, ഒന്നിനു പകരം 3 മടക്കി നൽകുക. ജോസഫ്, മക്കളായ മനാശെ, എഫ്രായിം, അവരെ മടക്കി നൽകിക്കൊണ്ട് യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുന്നു. നിന്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഇസ്രായേൽ said to Joseph, I never expected to see your face again, and now God has allowed me to see your children too. വിചാരിക്കാത്ത ചില കാര്യങ്ങൾ, ചിന്തിക്കാത്ത പല വഴികളിലൂടെ, പ്രതീക്ഷിക്കാത്ത ചില വാതിലുകളിലൂടെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കും. കാരണം ദൈവം നീതിമാനാണ്. ഈ കഷ്ടതകൾ നമ്മെ തകർക്കുവാനുള്ളതല്ല, ഈ പരിശോധനകൾ നമ്മെ തളർത്തുവാനല്ല, ചില അപമാനങ്ങൾ നമ്മെ ലജ്ജിപ്പിക്കാനല്ല, ചില തോൽവികൾ നമ്മെ ക്ഷീണിപ്പിക്കാനല്ല. നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടം അനുഗ്രഹമായി വെളിപ്പെടേണ്ടതിന്, നമ്മിൽ ദൈവാനുഗ്രഹം ചൊരിയേണ്ടതിനാണ് ഈ കാര്യങ്ങളൊക്കെയും. നമ്മിൽ ദൈവ മഹത്വം ദർശിക്കേണ്ടതിനാണ്, നമ്മിൽ ദൈവ കൃപ വർഷിക്കേണ്ടതിനാണ്. ചില നിന്ദനങ്ങൾ നമ്മെ വേദനപ്പെടുത്തുമെങ്കിലും, ചില രോഗം നമ്മളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുവെങ്കിലും, ഈ നഷ്ടങ്ങൾ നമ്മെ തകർക്കാനുള്ളതല്ല, ഈ വീഴ്ചകൾ നമ്മെ കിടത്താനുള്ളതല്ല. ഇനിയും ദൈവം നിന്നെ ഉയർത്തേണ്ടതിന്, ഇനിയും ദൈവം നിന്നെ പണിയേണ്ടതിന്, ഇനിയും ദൈവം നിന്നെ നടത്തേണ്ടതിന്, ഇനിയും ദൈവം നിന്നെ ഉയർത്തേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നിച്ച് ഈ സന്ദേശം നമ്മുടെ അടുക്കൽ എത്തിയിരിക്കുന്നത് അവിചാരിതമായിട്ടാണെന്ന്
ചിന്തിക്കല്ലേ. ദൈവ ആലോചന വാഗ്ദത്തമായി ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം. യാക്കോബിന്റെ സങ്കടം കണ്ട് അദ്ദേഹത്തിന് നീതി കാണിച്ച ദൈവം നമ്മുടെ ജീവിതത്തിലും അതേ നീതി തന്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തുവാൻ തക്ക സമയമായപ്പോൾ ദൈവം ജോസഫിനെ അയച്ച യാക്കോബിന്റെ സങ്കടങ്ങൾക്ക് അറുതി വരുത്തിയതുപോലെ ക്ഷാമകാലത്ത് ധാന്യത്തിന്റെ അധിപതിയാക്കി ദൈവം യാക്കോബിന് അവന്റെ മകനെ നൽകിയതുപോലെ 1 പകരം 3 നൽകിയ ദൈവം യാക്കോബിന്റെ സന്തോഷം വർദ്ധിപ്പിച്ചതുപോലെ ഈ സന്ദേശം ധ്യാനിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ദൈവം ഇന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് വിശ്വസിച്ച് ആമേൻ പറയാം. കാരണം നമ്മുടെ യേശു ഇന്നും ജീവിക്കുന്നു. കൂടെ നടക്കാം, അവന്റെ കരം പിടിച്ച് മുന്നേറാം. അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കുവോളം സുരക്ഷിതമായി സൂക്ഷിക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ നിന്നെ കൈവിടൂ